വിവാഹത്തിനു മുൻപ് സഹജീവനത്തിനിടെ കൃത്രിമ ഗർഭധാരണത്തിലൂടെ ജനിച്ച കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ പിതാവിന്റെ പേര് ഉൾപ്പെടുത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടു. പത്തനംതിട്ട പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിനോട് 30 ദിവസത്തിനുള്ളിൽ പുതുക്കിയ ജനന സർട്ടിഫിക്കറ്റ് നൽകാൻ ജസ്റ്റിസ് പി. കുഞ്ഞികൃഷ്ണൻ നിർദ്ദേശിച്ചു. കോട്ടയം, കാസർകോട് സ്വദേശികളായ ദമ്പതികൾ സമർപ്പിച്ച ഹർജിയിലാണ് ഈ നിർണായക വിധി. കേസിലെ പശ്ചാത്തലം ദുബായിൽ ജോലി ചെയ്തിരുന്ന കാലയളവിലായിരുന്നു ഇവർ പ്രണയത്തിലായത്. കുടുംബത്തിന്റെ എതിർപ്പുകൾ കാരണം വിവാഹിതരാകാതെ ഒന്നിച്ചു താമസിക്കാൻ ഇവർ തീരുമാനിക്കുകയായിരുന്നു. ഈ കാലയളവിൽ 2012-ൽ കൃത്രിമ ഗർഭധാരണത്തിലൂടെ ഇവർക്ക് കുട്ടി ജനിച്ചു. അന്ന് വിവാഹിതരല്ലാതിരുന്നതിനാൽ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ സിംഗിൾ മദർ എന്ന നിലയിലാണ് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നത്. പിന്നീട് 2018-ൽ ഇരുവരും നിയമപരമായി വിവാഹിതരായി. ന്യൂസ് കേരള വാട്സാപ്പ് ഗ്രൂപ്പ് ചേരാൻ ക്ലിക്ക് ഹിയർ. ന്യൂസ് കേരള ടെലിഗ്രാം ഗ്രൂപ്പ് ചേരാൻ ക്ലിക്ക് ഹിയർ. നിയമപോരാട്ടം. വിവാഹശേഷം കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ പിതാവിന്റെ പേര് ചേർക്കാൻ അധികൃതരെ സമീപിച്ചെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ ചൂണ്ടിക്കാട്ടി അപേക്ഷ നിരസിക്കപ്പെടുകയായിരുന്നു. തുടർന്ന് ഇവർ കോട്ടയം കുടുംബ കോടതിയെ സമീപിക്കുകയും കോടതി അനുകൂല വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു. ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകളിൽ പിതാവിന്റെ പേര് ചേർത്തെങ്കിലും ജനന സർട്ടിഫിക്കറ്റിൽ മാറ്റം വരുത്താൻ പഞ്ചായത്ത് തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതിയുടെ നിരീക്ഷണം നിയമപരമായ ചില തടസ്സങ്ങൾ നിലനിൽക്കുമ്പോഴും കുട്ടിയുടെ ഭാവിയും സാമൂഹിക അന്തസ്സും കണക്കിലെടുത്ത് പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് കോടതിയുടെ ഇടപെടൽ.